പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ വയനാടാണ്. നമ്മളെ കയ്യിൽ നിന്ന് ഒരു 35 സെന്റ് സ്ഥലവും നല്ല ഭംഗിയുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതിന്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മൾ ആ ടാറിംഗ് റോഡിൽ നേരെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണിത്. ടാറിംഗ് റോഡ് നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ, ആ ടാറിംഗ് റോഡ് നേരെ നാഷണൽ ഹൈവേയിലേക്കാണ് പോകുന്നത്. വെറും ഒരു 600 മീറ്റർ ആണ് നമുക്ക് ഈ വീട്ടിൽ നിന്നും നാഷണൽ ഹൈവേയിലേക്ക് ദൂരമുള്ളത്. വഴിയിലോ കണ്ടില്ലേ, നല്ല ചെടികളൊക്കെ, വെറൈറ്റി ചെടികളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വീടും സ്ഥലമുള്ളത് വയനാട് ജില്ലയിലെ മീനങ്ങാടിയിലാണ് കേട്ടോ. മീനങ്ങാടി നമുക്കറിയാം, വയനാടിന്റെ ഒരു സെൻട്രൽ ഭാഗമാണ്. നമുക്ക് കൽപ്പറ്റയിലേക്ക്, ബത്തേരിയിലേക്ക്, അതുപോലെ മാനന്തവാടിയിലേക്ക്, പുൽപ്പള്ളിയിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഭാഗമാണ് മീനങ്ങാടി. ഈ മീനങ്ങാടിയിലാണ് നമ്മുടെ ഈ വീടും സ്ഥലമുള്ളത്. ഇതാണ് നമ്മുടെ വീട്. നല്ല ഭംഗിയുള്ള ഒരു വീട്, മോഡലുള്ള ഒരു വീട്. ഈ വീടിന് വെറും ഒരു 5 വർഷം മാത്രമാണ് പഴക്കമുള്ളത് കേട്ടോ. വീടിന്റെ പരിസരമാണ് നമ്മളിങ്ങനെ കാണുന്നത് കേട്ടോ. ഈ പരിസരമൊക്കെ എന്താ ഭംഗി കാണാൻ. ഇതൊരു ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാല്. മുറ്റത്തെ കണ്ടില്ലതാ സപ്പോർട്ടയെ കാഴ്ച നിൽക്കുന്ന അങ്ങനെ കാണാം. ഇതിൽ നമുക്ക് സപ്പോർട്ടയുണ്ട്, പേരമരമുണ്ട്, അതുപോലെ മാവ്, ഇങ്ങനെ വെറൈറ്റി ചെടികൾ എല്ലാം ഉണ്ട് മുറ്റത്തിന്റെ സൈഡിലൂടെ. മിറ്റൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളൊക്കെ നിർത്താൻ പറ്റുന്ന നല്ല വിശാലമായ മിറ്റൊക്കെയാണുള്ളത്. ഇവിടെ ഈ സൈഡിലൊക്കെ സപ്പോർട്ടിന്റെ മരൊക്കെ, സപ്പോർട്ടെ കാഴ്ച നിൽക്കുന്ന നമുക്ക് ഇങ്ങനെ കാണാം. സൈഡ് ഭാഗം കണ്ടില്ലേ, പേരമരൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം നമുക്ക്. ഇത് ടോട്ടല് 35 സെന്റ് ആണുള്ളത്. ഇതിൽ നമുക്കൊരു 35 സെന്റും വീടും വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനി നമുക്കൊരു 15 സെന്റും വീടും ആവശ്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. 35 സെന്റ് സ്ഥലത്തിനും വീടിനും ഇവർ ആവശ്യപ്പെടുന്നത് 80 ലക്ഷം രൂപയാണ്. ഇനി 15 സെന്റ് സ്ഥലം വീടും ആവശ്യമുള്ളവർക്കാണെങ്കിൽ അതിന് 60 ലക്ഷം രൂപയാണ്. നല്ലൊരു ചാൻസ് ആണ്. സൈഡിലൊക്കെ കഥ നല്ല വെറൈറ്റി മാവുകളൊക്കെ ഈ സ്ഥലത്തുണ്ട്. മുറ്റത്തിന്റെ സൈഡിൽ ഇതാ കറിവേപ്പില കാണുന്നുണ്ട്, അതുപോലെ മുരിങ്ങ, അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ 35 സെന്റ് സ്ഥലത്തിന്റെ തുടക്കത്തിലാണ് ഈ വീട് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ബാക്കി ഭാഗം സൈഡിലേക്ക് കിടക്കുകയാണ്. ഇനി ഇതിൽ നിന്നൊരു 20 സെന്റ് സ്ഥലം മാത്രം ആവശ്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. തൊട്ടടുത്തടുത്ത് വീടുകളൊന്നുമില്ല, എന്നാൽ നമുക്ക് വീടുകളൊക്കെ പരിസരത്ത് അയൽപക്കമൊക്കെ ഉണ്ട്. ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് വീടുകളാണ് പരിസരത്തൊക്കെ ഉള്ളത്. നേരെ നമുക്ക് വീടിന്റെ ഉൾവശം ഒന്ന് കാണാം. മെയിൻ ഡോറാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ സ്റ്റീലാണ് കേട്ടോ ഡോറ്. ഇതിന്റെ കട്ട്ലിയും ഡോറൊക്കെ ഒരു സെറ്റാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള ഡോറാണ്. സിറ്റ് ഔട്ട് കഴിഞ്ഞാലുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുടെ ഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത്. ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇവിടെ സൈഡിലൊക്കെ ഉണ്ടല്ലേ, സോഫ സെറ്റ് ഇടാനൊക്കെ ഉള്ള നല്ല സ്പേസ് ഉണ്ട്. ഇതിന്റെ ഫ്ലോറൊക്കെ നല്ല മാർബോണൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മാർബോണൈറ്റ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. വലിയ മാർബോണൈറ്റ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെയറിന്റെ വർക്കൊക്കെ ഉണ്ടല്ലേ, സൈഡിലൊക്കെ നല്ല ഹാൻഡിൽ വർക്ക് സ്റ്റീലിലൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ അടിയിൽ നല്ലൊരു വാഷ് ഫേസ് ഒക്കെ കാണാം. ഇത് വീട്ടിലെ 1ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിന്റെ ഡോറൊക്കെ സ്റ്റീലിലാണ് കേട്ടോ. ബെഡ്റൂമൊക്കെ നല്ല വലിയ ബെഡ്റൂമാണ്. ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട്. അത് യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഇത് വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടെയൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം ആണുള്ളത്. ഇതില് 3 ബെഡ്റൂമാണ് നിലവിലുള്ളത്. 3 ബാത്റൂമാണുള്ളത്. 2 അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും. ബാത്റൂമുകൾ കണ്ടില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വാഷ് ബേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ വീട് ഒരു പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഫ്രഷ് വീടാക്കി നമുക്ക് മാറ്റാം. ഇതാ തുടക്കത്തില് ഉള്ള പെയിന്റിംഗ് ആണ്. 5 വർഷം ആയതുകൊണ്ട് നല്ലൊരു പെയിന്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് വീടായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇത് കണ്ട് ഡൈനിങ്ങിന്റെ ഏരിയ ആണ് കേട്ടോ നമ്മൾ കാണുന്നത്. ലിവിംഗും ഡൈനിങ്ങും ഒക്കെ സെപ്പറേറ്റ് ആണുള്ളത്. കിച്ചന്റെ ഭാഗമാണ് കാണുന്നത്. കിച്ചണൊക്കെ കണ്ടില്ലേ, നല്ല വലിയ കിച്ചനാണ്. നല്ല സൗകര്യമാണ്. കിച്ചനും വർക്കേരിയ ഒക്കെ ഉണ്ട്. കിച്ചണിലൊക്കെ കണ്ടില്ല, നല്ല സ്ലാവിന്റെ വർക്കുകളും അൽമറ വർക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സാധനം വെക്കാനുള്ള നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ വർക്കേരിയ ആണ്. വർക്കേരിയും വലിയ വർക്കേരിയ ആണ് കേട്ടോ. നല്ല സൗകര്യമുണ്ട്. ഈ വർക്കേരിയന്റെ ഭാഗം, കിച്ചന്റെ ഭാഗം ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് റൂഫ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് അടുപ്പ് കത്തിക്കാനുള്ള അടുപ്പൊക്കെ ഇവിടെയാണുള്ളത്. വർക്കേരിയയിലാണുള്ളത്. കണ്ടില്ലേ, നല്ല പുകയില്ലാത്ത അടുപ്പൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ഇതിന്റെ ഫ്ലോറൊക്കെ നല്ല ടൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ വീടിന്റെ മുകളിലാണുള്ളത്. ഈ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഹാളാണ്.
മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ഇവര് ഫാമിലി മെമ്പേഴ്സ് കുറവായതുകൊണ്ട് 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഇനി കൂടുതൽ ആളുകളുള്ള ഫാമിലി മെമ്പേഴ്സ് കൂടുതലുള്ളവരാണെങ്കിൽ നമുക്ക് നല്ല 2 ബെഡ്റൂമും 2 ബാത്റൂമും ഒക്കെ എടുക്കാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇത് മുകൾ വശത്തുള്ള ബെഡ്റൂം, ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. ഇതൊക്കെ അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഹാളില് ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ഉള്ളത്. ഇതിന്റെ ഡോറുകൾ കണ്ടില്ലേ, ബെഡ്റൂമിന്റെ ഡോർ ആണെങ്കിലും ഈ ബാൽക്കണി ഡോറൊക്കെ ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി ഒരു എൽ ഷേപ്പിലാണുള്ളത് കേട്ടോ. ഈ ബാൽക്കണിന്നൊക്കെ നമുക്ക് പുറത്തേക്ക് നല്ല മനോഹരമായ കാഴ്ചയാണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇത് 35 സെന്റ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള 5 വർഷം പഴക്കമുള്ള നല്ലൊരു വീട്. ഹൈവേയിലേക്കൊക്കെ നമുക്കൊരു 600 മീറ്റർ ദൂരം നടന്നു പോകുന്ന ദൂരാണുള്ളത്. ഇത് വീടിന്റെ ബാക്ക് വശമാണ്. ഇവിടെയാണ് നമ്മൾ 2 ബെഡ്റൂമും 2 ബാത്റൂമും ഒക്കെ പണിയാനുള്ള നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ.